ഖലീഫ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എങ്ങോട്ടാണ് എന്നന്വേഷിക്കുന്നു. നിങ്ങൾ എങ്ങോട്ടാണെങ്കിലും ആ കൊട്ട എൻ്റെ തലയിൽ വെച്ച് തരൂ, അത് ഞാൻ എത്തിക്കാം. എവിടേക്ക് വേണമെങ്കിലും ഞാനത് കൊണ്ടുപോയി വെക്കാം. ആ കൊട്ട എൻ്റെ തലയിൽ വെച്ച് തരൂ, നിങ്ങളെ തലയിലെ ചുമട് ഞാൻ ചുമക്കാമെന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, എൻ്റെ തലയിലെ കൊട്ട ചുമക്കാൻ ആവശ്യപ്പെടുന്ന ത്വൽഹ, അതഹ്മിലു ബിസിരി യൗമൽ മആദ്, അതഹ്മിലു ബിസിരി യൗമൽ മആദ്. നാളെ ആഖിറത്തിൽ ഉമർ വരുമ്പോ ഉമറിന്റെ തലയിൽ ഒരു കൊട്ടയുണ്ടാകും. ആ കൊട്ട മാറി ചുമക്കാൻ, അത് വാങ്ങിയിട്ട് നിന്റെ തലയിൽ വെക്കാൻ ത്വൽഹത്തെ നീ തയ്യാറാകുമോ? എൻ്റെ ഇന്നത്തെ കൊട്ട വാങ്ങാൻ ആവശ്യപ്പെടുന്ന നീ നാളെ ആഖിറത്തിൽ ഉമറിന്റെ തലയിൽ ഒരു കൊട്ടയുണ്ടാകും. അത് ഉമറിന്റെ വിസിറിന്റെ ഭാണ്ഡമാണ്, പാപത്തിന്റെ കോട്ടയാണ്. പാപത്തിന്റെ ഭാരം പേറിയിട്ട് ഉമർ നാളെ മഹ്ശറയിൽ വരുമ്പോ ഉമറിന്റെ തലയിൽ നിന്ന് കൊട്ട വാങ്ങുമോ ത്വൽഹത്തെ? എങ്കിൽ അതിനു നീ തയ്യാറല്ലെങ്കിൽ അവിടെ കൊട്ട ഉമറിന്റെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് പാതിരാവിൽ ഉമർ തലയിൽ കൊട്ട വെച്ചിട്ടുള്ളത്. ഉമർ വിശ്വസിക്കുന്നു, ഈ പാതിരാവിൽ ഈ കൊട്ട തലയിൽ വെച്ചു ഞാൻ പോകുമ്പോ അതുപ്രകാരം അല്ലാഹു ഉമറിന്റെ പാപത്തിന്റെ ഭാണ്ഡത്തെ, അതിന്റെ ഭാരത്തെ ആഖിറത്തിൽ കുറക്കുന്നതാണ്. എന്തേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള വട്ടിയും തലയിലുള്ള കൊട്ടയും കൊണ്ടുപോകുന്നത് തൻ്റെ ഭരണപ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട വീട്ടിലേക്കാകുന്നു. അൽ ബിദായത്തു വന്നിഹായ ചരിത്ര ഗ്രന്ഥത്തിൽ ഹാഫിള് ഇബ്നു കസീർ ഉദ്ധരിച്ചത് കാണാം. ആ പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അടുക്കളയിൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊട്ടയും വട്ടിയും കൊണ്ടെന്ന് വെക്കുന്നു എന്നു മാത്രമല്ല, അവിടുത്തെ സ്വർണ്ണ കളറുള്ള കൈകളെ കൊണ്ട് സ്വന്തമായി അടുപ്പത്ത് വെച്ചുകൊണ്ട് വേവിക്കുന്നു. ആ അടുക്കളയിൽ, ആ വീട്ടിൽ അടുപ്പത്ത് വരാനോ അടുക്കളയിൽ വരാനോ വേവിക്കാനോ പറ്റുന്ന ആളുകളില്ലാത്തത് കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്നെ തൻ്റെ കൈകളെ കൊണ്ട് അടുപ്പിൽ തീ കത്തിച്ച് ആ ഭക്ഷണത്തെ വേവിക്കുന്നു. ആ സമയം അടുപ്പിൽ തീ കത്താൻ പ്രയാസമായപ്പോ, തീ കത്താൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തൻ്റെ മുഖത്തെ അടുപ്പിനോട് അടുപ്പിച്ചുകൊണ്ട് അടുപ്പിൽ ഓതുന്ന സമയത്ത് منه الدخان بفيه غاب ما فيها يستقبل النار خوف النار في غدي والعين من خشية سالت معاقيها. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഖത്തെ അടുപ്പിനോട് അടുപ്പിച്ചപ്പോ ദുനിയാവിൻ്റെ തീയിൻ്റെ ചൂട് അനുഭവപ്പെട്ടപ്പോ ആ പുക ഇങ്ങനെ പാറി വരുന്നു, താടിരോമങ്ങളിലൂടെ പാറി കളിക്കുന്നു. ആ സമയത്ത് കണ്ണിൽ നിന്നു കണ്ണുനീര് വരുന്നു. പുക മാറിക്കളിച്ചത് കൊണ്ട്, പാറിക്കളിച്ചത് കൊണ്ടല്ല കണ്ണുനീര് വന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുനിയാവിലെ തീയിനോട് മുഖം ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിലെ തീയിൻ്റെ ചൂട് അനുഭവിക്കുന്നു. റബ്ബേ, നാളെ വരാൻ പോകുന്ന തീയിൻ്റെ ചൂട് എത്രയാ,
ദുനിയാവിലെ തീയിന്റെ ചൂട് ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ആഖിറത്തിലെ നരകത്തിന്റെ തീയിന്റെ പുകയിൽ നിന്ന് 1% 70 പ്രാവശ്യം വെള്ളത്തിൽ മുക്കി അതിന്റെ ശക്തി കുറച്ചിട്ടല്ലേ ദുനിയാവിലേക്ക് കൊണ്ടുവന്നത്. ആ തീയാണല്ലോ ഈ ലോകത്തുള്ള മുഴുവൻ തീയുമെങ്കിൽ അതിന്റെ ചൂട് ഇത്രയാണെങ്കിൽ എനിക്ക് ആഖിറത്തിലെ നരകം ലഭിക്കേണ്ടി വന്നാൽ ഉമർ നരകത്തിലേക്കായാ ഉമറിനെ കൊണ്ട് സാധ്യമല്ലല്ലോ. വൽ ഐനു മിൻ ഖസിയത്തിൻ സാലത്ത് മാഖീഹാ. ചിന്തിക്കുന്നു ഫാറൂഖ് തങ്ങൾ കരയുന്നു. ഇതാണ് നരകത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. ഈ നരകത്തിലേക്ക് വീഴുന്നതാണ് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പാലം കടന്നേ പറ്റൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയാൻ മടിക്കണ്ട. അതുകൊണ്ട് മാത്രം ആവൂല്ല. ആമീൻ പറയാ, പ്രാർത്ഥിക്കണം, പോരല്ലോ, പ്രവർത്തിക്കണ്ടേ. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ വിജയമുണ്ടാവണോ, സിറാത്ത് പാലം കടക്കണോ, ആദ്യമായി നമ്മൾക്കൊരു ബോധമുണ്ടാവണം. ജീവിതത്തിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഒരു ബോധം എന്താണത്? ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വലിപ്പം തുലനം ചെയ്യുക. ഇത് അറിയാതെ, ഇത് ചിന്തിക്കാതെ ഒരു മനുഷ്യന് നന്നാവാൻ കഴിയൂല. ബോധമുണ്ടാവാൻ സാധ്യമല്ല, ഒരിക്കലും ബോധമുണ്ടാവൂല. ദുനിയാവിൻ്റെ വലിപ്പത്ര, ആഖിറത്തിൻ്റെ വലിപ്പത്ര ഒന്നൊപ്പിച്ചു വെക്ക്. ദുനിയാവും ആഖിറവും ഒന്നൊപ്പിച്ചു വെക്കുക. എന്നിട്ട് ദുനിയാവിന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ അധ്വാനിക്കുന്നു കൂട്ടി വായിക്കുക. എങ്കിൽ എത്ര 10 മടങ്ങ് ശക്തിയിൽ നമ്മൾ ആഖിറത്തിന് അധ്വാനിക്കേണ്ടി വരും ചിന്തിക്കുക. അദ്ദുന്യാ ഫിൽ ആഖിറ, അദ്ദുന്യാ ഫിൽ ആഖിറ മാ യജാലു അഹദുകും മിസ്ബഅഹു ഫിൽ യം. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ ഫിൽ ആഖിറ. ദുനിയാവും ആഖിറവും തുലനം ചെയ്തോ. നിനക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? മാ യജാലു അഹദുകും മിസ്ബഅഹു ഫിൽ യം. ഒരാൾ ഒരു കൈവിരൽ കടലിൽ മുക്കിയാൽ, സാഗരത്തിൽ പരന്നു കിടക്കുന്ന വിശാലമായ കടലിൽ കൈവിരൽ മുക്കുമ്പോൾ അവൻ്റെ കൈവിരൽ കിട്ടുന്ന വെള്ളം എത്രയാണ്? ഫല്യൻദുർ ബിമാ യർജിഉ. മുക്കിയ വിരൽ പൊക്കുമ്പോ ആ വിരലിലേക്ക് അവൻ നോക്കട്ടെ, എന്നിട്ടവൻ ചിന്തിക്കട്ടെ. ഏറിയാൽ ഒരു വിരൽ കടലിൽ മുക്കിയാൽ ലഭിക്കുന്നത് 1.5 തുള്ളിയോ 2 തുള്ളി വെള്ളോ മാത്രമായിരിക്കുമല്ലോ. അതിലേറെ വെള്ളം എന്തായാലും ഒരു വിരലിൽ കിട്ടുകയില്ലല്ലോ. 2 തുള്ളി വെള്ളമാണ് ഏറിയാൽ കിട്ടുന്നതെങ്കിൽ ആ 2 തുള്ളി വെള്ളം അത് ദുനിയാവാണെന്ന് സങ്കൽപ്പിക്കൂ. അത് ദുനിയാവിനോട് സമാനമാകുന്നു. ബാക്കി കടലിലുള്ള മൊത്തം വെള്ളം അത് ആഖിറത്തിനോട് തുല്യമാകുന്നു. 70% വെള്ളമാണ് ഭൂമിയിൽ. 12 കിലോമീറ്ററിലധികം ആഴമുള്ള കടല്. അതിലുള്ള വെള്ളം എത്രയാണ്? ആ വെള്ളം മുഴുവനും ആഖിറമായി കാണുമ്പോ കേവലം 2 തുള്ളി വെള്ളത്തെ ദുനിയാവായി കാണുമ്പോ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും പരസ്പരമുള്ള വലിപ്പമെത്രേ. ഫല്യൻദുർ ബിമാ യർജിഉ സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. ദുനിയാവിൻ്റെ വലിപ്പത്തെ ചിന്തിക്കാതെ, ദുനിയാവിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കാതെ എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി ആഖിറത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട്, ആഖിറത്തിലേക്ക് തുലനം ചെയ്തുകൊണ്ട് ദുനിയാവ് എവിടെ നിൽക്കുന്നു, ആഖിറം എവിടെ നിൽക്കുന്നു എന്ന വിഷയത്തിൽ ബോധവാനാവാതിരുന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കാണാൻ സാധ്യമല്ല. നീ വായിക്ക്, അനുബന്ധമായി മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വരുന്നു.